നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പോളിംഗ് ദിനത്തിന്റെ തൊട്ടുതലേന്നാണ് കെ സുധാകരൻ ആ രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചത്. ബി.ജെ.പി. നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ നേതാവ് അത് EP ആണെന്ന ഞെട്ടിക്കുന്ന ആരോപണം. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി EP-യെ തള്ളിപ്പറഞ്ഞതുമില്ല. ജാഗ്രത കുറവുണ്ടായി എന്ന പരാമർശം പോലും പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായില്ല. EP വിഷയത്തിൽ CPM നിലപാട് ശരിയാണോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ശ്രീ ആദ്യത്തെ കോളർ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? പാർട്ടി അത് EP-യെ സംരക്ഷിക്കുന്നതായി തോന്നിയോ? ഈ ശരിക്കും CPM എടുത്ത നിലപാട് ശരിയാണ്. ഇല്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എല്ലാ കള്ളത്തരത്തിലും നിന്നു കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ആളാണ് ഈ കൺവീനർ. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിണറായിയെ രക്ഷിച്ച് ഇവിടെ നിൽക്കണം, പുറത്താവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായ സീറ്റ് അവിടെ ലഭിക്കണം. ഈ രണ്ടിൽ ഒന്നാണ്. അപ്പൊ ഏതായാലും പുള്ളിക്ക് ഗുണമേ ഉള്ളൂ. എത്ര കേസുകളാണ്. വൈദേഹ റിസോർട്ട്, രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ട് ഷെയർ, ഇത് മറ്റേ ലോട്ടറി കേസ്, എന്തുമാത്രം കേസാണ് ഇത് നടത്തുന്നത്. അതേസമയത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ പാർട്ടി നടപടി എടുക്കുകയാണെങ്കിൽ ഈ പിണറായി ആദ്യം കൊടുക്കുകയാണ്. കാരണം എത്ര കേസാണല്ലോ ഇവിടെ നടക്കുന്നത്. ലാവില് എത്ര പ്രാവശ്യം മാറ്റിവെച്ച് ഈ പാർട്ടിക്ക് അല്ലാതെ ഈ ഏതെങ്കിലും ഒരു ജനത്തിന് മനസ്സിലാവുമോ ഇവര് നല്ലതാണ് ചെയ്യണമെന്ന്? ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് അതിന് ദിവസവും സുധാകരൻ, രമേശ്, സതീശ് ഇവരെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരണം അയച്ചുവിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി. ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഇത് കംപ്ലീറ്റ് പുറത്തുവിടും. ഇദ്ദേഹത്തിന്റെ മകൻ അയച്ച മെസ്സേജ് ഉൾപ്പെടെ അവർ പുറത്തുവിടും. അപ്പോഴത്തേക്ക് അവർ പഠിക്കുള്ളൂ. ശരി. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നാണ്. കണ്ണൻ, ഈ പാർട്ടിയുടെ നിലപാട് അത് ശരിയാണോ? CPM ഒരു തരത്തിലും ജാഗ്രത കുറവുണ്ടായി എന്ന് പോലും പറഞ്ഞിട്ടില്ല സംസ്ഥാന സെക്രട്ടറി. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മളുടെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ രാഷ്ട്രീയം തന്നെ ഇന്ന് ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോയിട്ടിരിക്കുക. കാരണം ജനാധിപത്യം ഇന്ന് കശാപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് ബിസിനസ് രാഷ്ട്രീയവും മതഭ്രാന്തും സമുദായഭ്രാന്തും ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നു. നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയമല്ല ഇന്ന് നടക്കുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ തന്നെ ഇത് കൊണ്ടെത്തിക്കും. ഇത് ഈ സാധാരണക്കാരെ ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഈ എല്ലാ പാർട്ടിയിൽ നിന്നും മാറി അതൊന്ന് പേടിയോടെ നിൽക്കുകയാണ്. അല്ല, അങ്ങനെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കരുത്ത് കാട്ടുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന CPM, അങ്ങനെയെങ്കിൽ EP ജയരാജൻ അങ്ങനെ ഒരു ജാഗ്രത കുറവ് കാട്ടി എന്നെങ്കിലും പറയേണ്ടതല്ലേ? എന്റെ സാർ, അത് ജാഗ്രത കുറവ് അദ്ദേഹം മാത്രമല്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് ഇവിടെ കുറച്ച് വർഷം അദ്ദേഹം മാത്രമല്ല എന്നുള്ള ശരി തന്നെ. പക്ഷേ നിലവിൽ ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ളത്, പരിഗണനയിലുള്ളത് EP ജയരാജന്റെ സംഭവമല്ലേ? അതെ സാറേ, അതെ. അപ്പം നമുക്കറിയാം VS അങ്ങോട്ട് മാറി നിന്നതിന് ശേഷം ഇപ്പൊ ഈ പാർട്ടിക്കുള്ളിലെ ഒരു കാര്യങ്ങൾ ആരും പറയാനില്ല. നേരത്തെ G. സുധാകരൻ സാറ് അദ്ദേഹവും ഇതേപോലെ എന്റെ പാർട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഉടനെ വിളിച്ച് പറയുമായിരുന്നു. ഇതേപോലുള്ള നല്ല നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ബിസിനസ് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഈ ഇടതുപക്ഷത്തിലല്ല, ഈ രാഷ്ട്രീയം ഇപ്പൊ BJP-യിലായാലും കോൺഗ്രസിലായാലും എല്ലാം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതഭ്രാന്തും സമുദായഭ്രാന്തുമാണ് ഇത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ് സാർ. ശരി കണ്ണൻ. ദാസൻ കണ്ണൂരിൽ നിന്ന്. ദാസൻ, ഈ EP കണ്ണൂരിലെ നിഷേധിതനായ നേതാവാണ് CPM-ന്റെ. അപ്പോൾ EP വിഷയത്തിൽ ഇപ്പോൾ CPM എടുത്തിരുന്ന നിലപാടിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിപ്പോ അവസാനം മൊത്തം കുറ്റം മാധ്യമത്തിന്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ മാധ്യമമാണ് ഇപ്പം പറയുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ റൂം എടുത്തപ്പോൾ അവിടെ നന്ദകുമാറും ശോഭ ഇരിക്കുന്ന സമയത്ത് EP-യുടെ ഫോൺ വന്നു. അപ്പോൾ EP പറയുന്നത് പുറത്ത് മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ടെന്ന് പറയുന്നത്. ഉടനെ ശോഭ നോക്കുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ മന്ത്രിയെ കാണുന്നു. അപ്പോൾ അത് വിളിച്ച് EP-യോട് പറയുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ പോയപ്പോൾ EP വ്യക്ത വിശദമായിട്ട് പറയില്ല അവര്. ഇത്രയും കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഇപ്പൊ അവസാനം നോക്കുമ്പോൾ എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കാന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ? ഇത് കൃത്യമായിട്ട് എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ നന്ദകുമാർ, നമ്മുടെ ക്രൈം നന്ദകുമാറിന്റെ വീട്ടിലാണ് EP കേസ് കൊടുക്കേണ്ടത്. ക്രൈം നന്ദകുമാർ പറയുന്നത് 25 MLA-മാരെയും കൂട്ടിയിട്ട് പോകാൻ തീരുമാനിച്ചു. ഒരാൾക്ക് 10 കോടി വെച്ച് 250 കോടിക്ക് വില പേശിയെന്നും ക്രൈം നന്ദകുമാർ പരസ്യമായിട്ട് പറയുന്ന കേസ് നോക്കട്ടെ.
ഇതൊക്കെ തട്ടിപ്പാന്ന്. ഇതൊക്കെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ ചെയ്യും. വേറെ നമ്മൾ പറയണ്ടേ? ശരി ദാസ്. സൂപ്പി വെള്ളമുണ്ടിൽ നിന്ന് ശ്രീ സൂപ്പി, ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ നിലപാടാണോ താങ്കൾക്ക്? എന്റെ അഭിപ്രായം BJP-യിൽ ഒരു സ്ഥാനവുമില്ല. കാരണം ശോഭാ സുരേന്ദ്രക്ക് സുരേന്ദ്രൻ പോലും അംഗീകരിക്കാത്ത ഒരു നേതാവാണ് സുരേന്ദ്രൻ. പക്ഷെ അത് BJP-ന്റെ ഏതെങ്കിലും നേതാവ് ഈ ശോഭ പറഞ്ഞതിനെ പറ്റി ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? അത് പക്ഷെ അതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രന്റെ വാക്കിനെ ഏറ്റുപിടിച്ചാണല്ലോ KPCC അധ്യക്ഷൻ ഈ പോളിംഗ് ദിനത്തിന്റെ തലേന്ന് അത് EP ആണെന്ന് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രന്റെ വാക്കിന് പിന്നാലെ ആയിരുന്നല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം. KPCC പ്രസിഡന്റ് ദുബായിൽ നിന്നാണ്. പക്ഷെ അതോടെ കിട്ടിയ അദ്ദേഹം പുറത്തുവിട്ട് അത്തരം കാര്യങ്ങളൊക്കെ BJP-ക്ക് എങ്ങനെ സുധാകരനായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് BJP ആയിട്ടുള്ള ഒത്തുകളിയല്ലേ? പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. എന്താ പുറത്തു കൊണ്ടുവരാൻ ഈ ശോഭാ സുരേന്ദ്രൻ ധൈര്യം കാണിക്കാത്ത? ആ സ്ത്രീക്ക് ഇപ്പൊ ഒരു പണിയില്ല. അതാണ് ഇതിന്റെ ചുരുക്കം. അതാണ്. ഹലോ, ശരി സൂപ്പി. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വരും ദിവസങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും പുറത്തേക്ക് തെളിവായി കൊണ്ടുവരുമോ എന്ന്. സെയ്ദ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ സെയ്ദ്, ഈ CPM എടുത്ത നിലപാട് അത് ശരിയാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാറേ. നമസ്കാരം. അതായത് CPM-ന്റെ EP വിഷയത്തിലുള്ള നിലപാട് മാത്രമല്ല, BJP-യെ നേരിടുന്ന നിലപാടിലായാലും കേരളത്തിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന നിലപാടിലായാലും പാർട്ടിയുടെ നിലപാട് 100% തന്നെ ശരിയാണ്. അത് മാത്രമല്ല, ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. നമ്മള് രാപകല് നമ്മൾ ന്യൂസും നിങ്ങളെ റിപ്പോർട്ടും നിങ്ങളുടെ അന്തിച്ചർച്ചകളും ഒക്കെ കാണുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാവും എല്ലാ ചാനലിനും ഒരു നിശ്ചയദാർഢ്യമുണ്ട്. നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ അവർ ഓരോ മുതലാളിമാരുടെയും ഓരോ വ്യക്തി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മുതലാളിമാരാ ഓരോ ചാനലും നടത്തുന്നത്. ശരി, ഓരോ ചാനലിനും ഓരോ പൊളിറ്റിക്സ് ഉണ്ടെന്നാണല്ലോ താങ്കളുടെ ആരോപണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്ക് പഴി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഈ വിവാദത്തിന് കാരണം മാധ്യമങ്ങളാണോ ശ്രീ സെയ്ദ്? സാറേ, മാധ്യമങ്ങള് നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇലക്ഷൻ സമയത്താന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്ന ഒരുതരം ഭരിക്കുന്നവർക്കെതിരെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഭരിക്കുന്നവർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും. പ്രതിപക്ഷത്തിനോട് വന്നു കഴിഞ്ഞാൽ അവര് പ്രതിപക്ഷമല്ലേ, ഭരണപക്ഷത്തോട് തെറ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ അതിനെ ചൂണ്ടിക്കാട്ടി വിമർശിക്കും. ആടിനെ പട്ടിയാക്കിയിട്ട് അതിനെ തല്ലിക്കൊല്ലും. അതാണ് ഇപ്പൊ CPM-നെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല. ശരി, ഈ വിഷയത്തിൽ എന്ത് കള്ളപ്രചാര വേലയാണ് മാധ്യമങ്ങൾ നടത്തിയത്? അതൊന്ന് പറയാം. ഇപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഒരു എടുക്കാച്ചരക്കാ BJP-യില. അതല്ലല്ലോ ഞാൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, അതിൽ മാധ്യമങ്ങൾ എന്ത് പഠിച്ചു? മാധ്യമങ്ങൾ എന്ത് കള്ളപ്രചാര വേല നടത്തി? മാധ്യമങ്ങള് നിങ്ങൾ എടുക്കുന്ന എല്ലാ വിഷയങ്ങളും 90% CPM-ന് എതിരായിട്ട് വരുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിന് തെളിവ് ഉണ്ടാക്കി ചർച്ച നടത്തുക, എന്നിട്ട് അതിനെ വക്രീകരിക്കുക. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ക്ഷമ കെട്ടത് കൊണ്ട് മാത്രമേ ഇങ്ങനെ സംസാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ പാടില്ല. കാര്യം CPM-ന്റെ നിലപാട് ശരി തന്നെ. ഇവിടുത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അതാണ് കേരളത്തിലെങ്കിലും അവരിങ്ങനെ നിലനിൽക്കുന്നത്. വർഗീയതയ്ക്കെതിരെ അവർ പോരാടുന്നുണ്ട്. അവര് ഒരു പക്ഷവും ചേരാതെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ, അവരെ കരിവാരി തേച്ചുകൊണ്ട് ഉള്ള ഈ പ്രചരണം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ തെറ്റാണ്. നിങ്ങളെ തിരുത്തണം. ഇന്ന് ജയരാജൻ പറഞ്ഞത് EP വിഷയത്തിൽ തിരുത്തേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല ശ്രീ സെയ്ദ്. കാരണം ഒരു തരത്തിലും മാധ്യമങ്ങൾ അത്തരത്തിലൊരു കള്ളപ്രചാര വേല EP വിഷയത്തിൽ, ഈ വിവാദത്തിൽ CPM-നെതിരെയോ EP-ക്കെതിരെ നടത്തിയിട്ടുണ്ടെന്ന് കരുതാനും കഴിയില്ല. അത് മാധ്യമങ്ങളിലേക്ക് ആരോപണങ്ങളല്ല. ശരി, കോഴിക്കോട്. ശരി സെയ്ദ്. റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? CPM-ന്റെ ഓരോ കള്ളത്തരങ്ങൾ ഇനി പുറത്തു വരാൻ പോവുകയാണ്. അവരുടെ മതേതരത്വ മുഖംമൂടി അവർ ഇപ്പോൾ വലിച്ചെറിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അറിയാലോ, ഈ പ്രകാശ് ജാവേദ് ശോഭാ സുരേന്ദ്രനും കൂടിയിട്ട് EP ജയരാജനെ കണ്ടതും 3 തവണ അവര് സംസാരിച്ചതുമൊക്കെ ഇപ്പൊ രഹസ്യമായ കാര്യങ്ങൾ പരസ്യമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ഈച്ച പോലും അറിയാതെയാണ്. നിങ്ങൾ അന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഇവരിങ്ങനെ കൂടിക്കാഴ്ച നടത്തിയെന്നും. അത്രമാത്രം രഹസ്യ കൂടിക്കാഴ്ച നടത്തി ഒരുപാട് കള്ളത്തരങ്ങൾ, ഒരുപാട് അന്വേഷണങ്ങൾ വരേണ്ട സംഗതികളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്.
അതൊക്കെ മൂടി വെക്കാനും അതൊക്കെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടിക്കാഴ്ചയാണ് നടന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നോരോന്നായി പുറത്തു വരാതിരിക്കില്ല. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇന്നത്തെ അവരുടെ യോഗത്തിൽ വന്നു കഴിഞ്ഞില്ലേ? നന്ദകുമാറുമായി ഇനി ബന്ധം പാടില്ല എന്ന് EP ജയരാജനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ബന്ധങ്ങളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അയാൾ എന്തിനാണ് ഇടപെടുന്നതെന്നും അയാൾ എപ്പോഴാണ് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നും നേരത്തെയൊക്കെ നമുക്കറിയാലോ എന്തിനു വേണ്ടിക്കൊണ്ടാണെന്ന്. അപ്പൊ അത്തരം ഒരാളെ ഇടനിലക്കാരനായിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരും. അത് ലാവലിനായാലും അതേപോലെ മറ്റ് മകളുടെ കാര്യത്തിലായാലും ഈ EP ജയരാജന്റെ റിസോർട്ടാണെങ്കിലും ഒക്കെ തന്നെ പുറത്തു വരാതിരിക്കില്ല. ജനങ്ങളുടെ മുൻപിൽ ഈ നഗ്നരായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും. അത് ശരി, കൊയിലാണ്ടിലുള്ള റഷീദ് നിലപാടാണ് അത്. ഇനി കുന്നിക്കോട് നിന്ന് രാജുക്കുട്ടി. ശ്രീ രാജുക്കുട്ടി, ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കേട്ടിരുന്നോ തൊട്ടു മുമ്പ്? നമസ്കാരം. കേട്ടിരുന്നോ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ? ആരുടെ കള്ളപ്രചാരണം അവര് തമ്മിൽ സംസാരിച്ചു എന്നുള്ളത് ഉറപ്പാണ്. EP സംസാരിച്ചു അങ്ങനെയാണോ? നടപടി എടുക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓ, അത് ഇവർ യഥാർത്ഥത്തില് വലിയ, അതായത് സിനിമയിൽ പറയുന്നതിനോട്ട് വലിയ ചന്ദ്രാതി എണ്ണ അങ്ങ് തേച്ചാൽ മതി അവർക്ക് ഓർമ്മ ശരിയാവണമെങ്കിൽ. ആ അവസ്ഥയാണ് ഇപ്പോഴ്. പുള്ളി ഒരിക്കലും ആണെങ്കിൽ ജനമധ്യത്തിൽ അവഹേളിക്കത്തില്ല. EP ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതെന്താണാവോ? അതെന്തായിരിക്കും കാരണം? അങ്ങനെയെന്ന് പറഞ്ഞാല് കാരണം പിണറായിയും ജയരാജനും തമ്മിലുള്ള ബന്ധം ഇന്ന് തന്നെ ആണെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞ ഇത് കണ്ടല്ലേ. പക്ഷേ പിണറായി വിജയൻ അന്ന് പോളിംഗ് ദിനത്തിലാണെങ്കിൽ പോലും അന്ന് നിശ്ചിതമായി വിമർശിച്ചല്ലോ EP ജയരാജനെ. അത് എന്തിനാണെന്ന് സാറിന് മനസ്സിലാവത്തില്ല. എന്തിനാണ് വിമർശിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനല്ല എന്ന് പറയുന്നതിന്റെ കൂട്ടാണ് പുള്ളിയുടെ അഭിപ്രായം. കാരണം കാരണം എല്ലാ വിഷയത്തിലും EP ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ അത് പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലെല്ലാം ഇടപെടുന്നത്. ശരി, ജിജു എന്നൊരു പ്രേക്ഷകൻ. ജിജു എവിടെന്നാ വിളിക്കുന്നത്? കൂത്തുപറമ്പ്. ജിജു, എന്താണ് കണ്ണൂരിലൊരു വർത്തമാനം? കണ്ണൂര് നമ്മളെ അഭിപ്രായം പിന്നെ ഇത് എല്ലാം ചെയ്തിട്ട് മാധ്യമങ്ങളെ മാത്രം പഴിക്കുക. അങ്ങനെ കൈരളി ചാനലില് പിന്നെ എന്തെല്ലാം എല്ലാം അറിഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? ഏതെല്ലാം നേതാക്കന്മാരെ പിന്നെ കുറിച്ച് എന്തെല്ലാം കൊടുക്കുന്നു? കൈരളി ചാനലെല്ലാം അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഇത് പിണറായി വിജയനെ അന്ന് പിന്നെ ഇലക്ഷൻ ആയെന്നത് അന്ന് പിന്നെ ഇയാള് പറഞ്ഞപ്പോ EP ജയരാജൻ പറഞ്ഞപ്പോ പിന്നെ പിണറായി അപ്പാട് തന്നെ പേടിപ്പിച്ച് പിണറായിന്റെ എല്ലാം പുറത്തു വരുന്നത് കൊണ്ട് ആ ഭയത്തിൽ നിന്നുകൊണ്ട് ആണ് പിന്നെ ഇയാളിത് തിരുത്തി പറഞ്ഞത്. പിണറായിയുടെ ഭയത്തിലാണ് ഉള്ളത്. പിണറായി ഭയപ്പെടുത്തി റിസോർട്ട് മറ്റ് ബന്ധുക്കളുടെ ഇത് അതൊക്കെ ഉള്ളത് പിന്നെ പുറത്തു വരുന്ന അന്വേഷണം തരുന്നതിന്റെ ഭാഗമായി അങ്ങനെ പേടിപ്പിച്ചാലൊക്കെ ഭയപ്പെടുത്തിയാലൊക്കെ നിൽക്കുന്ന ആളാണോ EP? മാത്രമല്ല, ഇപ്പോൾ ഇനിയിപ്പോ അങ്ങനെ ചർച്ച നടത്തി പാർട്ടി മാറാനൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മാറിക്കഴിഞ്ഞിട്ടും അത്തരം ഭീഷണി നേരിടാമെന്ന് കരുതാൻ കഴിയില്ല EPക്ക്. ദേഷ്യമുണ്ട്. ഇത്ര മുതിർന്ന പിണറായി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് വരേണ്ട നേതാവാണ് പിന്നെ ഈ EP ജയരാജൻ. ഒരു സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ആളെ ഒതുക്കിയിട്ടൊരു ഒതുക്കി പിന്നെ പല സ്ഥിരമായിട്ട് മന്ത്രിയായപ്പോ ബന്ധുദേവനത്തിൽ രാജിവെപ്പിച്ച് അങ്ങനെ ഒരുപാട് പിന്നെ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇതുണ്ട്. പിണറായിനെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു പരിപാടിയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ മാധ്യമങ്ങളെ സ്ഥിരമായിട്ട് പറയാ. മാധ്യമങ്ങളാണ് ഇത് കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയല്ലേ. ഇയാള് ഇന്നല്ലേ കേസ് കൊടുക്കാന്ന് പറഞ്ഞത്? അന്ന് ഇത്രയും പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ശരി ജിജു, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ജോയി എന്നൊരു പ്രേക്ഷകനിലേക്ക് പോവുകയാണ്. ജോയി, ഈ CPM എല്ലാം ബോധ്യമായി എന്നാണോ ഈ ഇന്നൊരു സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ഒരു തരത്തിലും ഒരു ജാഗ്രത കുറവ് EPക്ക് ഉണ്ടായി എന്ന് പോലും പരാമർശം ഉണ്ടായിരുന്നില്ല? തീർച്ചയായിട്ടും. വാസ്തവത്തില് ഇത് നമ്മളാകെ ഈ നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉള്ളവരാണ് കേരളീയർ. ആ സങ്കല്പത്തിന് ഏറ്റവും തിരിച്ചടിയെന്ന് തന്നെ പറയാം. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്തെങ്കിലും ഒരു
മുന്നറിയിപ്പെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് അന്ന് പറഞ്ഞു അതിനേക്കാൾ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്നെങ്കിലും പരാമർശിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. നേരെ മറിച്ച് ഇത് ഇപിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തെ ഗൂഢാലോചന നടത്തി അത് മീഡിയയും കുറച്ചു പേരും അവർക്ക് എതിരെ, മീഡിയക്കെല്ലാം രാഷ്ട്രീയക്കാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ള ഇപ്പം പോയി ഈ യഥാർത്ഥത്തിൽ നിന്ന് എത്രയോ മാറിയ ഒരു ധാരണയിലേക്കാണ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? ഇത് വാസ്തവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നില്ല. ഇത് വാസ്തവത്തില് പാർട്ടിയെ ജനമധ്യത്തില് കൂടുതൽ അപഹാസ്യമാക്കുന്ന, CPM പാർട്ടിയെ അപഹാസ്യമാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടുത്തെ LDF-ലെ മറ്റ് ഘടകകക്ഷികൾ, ഈ ബിനോയ് വിശ്വം അടക്കമുള്ള CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ നേരത്തെ പ്രതികരണം വന്നു. ഇനി അടിയന്തരമായി അത്തരംകാര് എന്ത് അഭിപ്രായം പറയും? അതെ, കൃത്യമായിട്ടുള്ളൊരു നിലപാട് എടുത്തില്ല എന്നുള്ളതാണ് ജോയി പറയുന്നത് തൃശ്ശൂരിൽ നിന്ന്. അരൂരിൽ നിന്ന് റംലത്ത് ആലപ്പുഴ അരൂരാണോ? അതെ അതെ. എന്താണ് അഭിപ്രായം ഈ വിഷയത്തിലെ പാർട്ടി നിലപാട്? അത് ശരിയാണോ? പാർട്ടി നിലപാട് ശരിയല്ല സാറേ. എന്താന്ന് വെച്ചാല് അത് ഈ പുള്ളിയുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇത് പറയുവാണെങ്കിൽ ഇത് എല്ലാ കള്ളക്കളിയും വെളിയിൽ വരും, ഒളിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിൽ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടികൾ ഇവരെടുക്കൂല. അതുകൊണ്ട് പേടിക്കുന്ന ഒരു പാർട്ടിയാണോ CPM? അതെ 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 അതെ, പേടിയുണ്ട്. പേടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. എന്തിന്? പേടിയും ഭയപ്പാടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണോ റംലത്ത് പറയുന്നത്? ഉണ്ട്. അവർക്ക് പേടി കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ നിയമ നടപടി എടുക്കാത്തത്. അതുകൊണ്ട് മാത്രമാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമ നടപടി എടുക്കാനാണ് EP-യോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. EP-ക്ക് എതിരായിട്ട് പാർട്ടി ഒന്നും പറയൂലല്ല. EP-ക്ക് എതിരായിട്ട് പാർട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ EP പൊട്ടിത്തെറിക്കും. EP-യുടെ കയ്യിൽ നിന്ന് കുറെ കഥകൾ കേൾക്കേണ്ടി വരും. പിന്നെ പുറത്ത് നിൽക്കണം നമ്മളെല്ലാവരും. മനസ്സിലായി? ശരി ശരി, ഓക്കെ റംലത്ത്, വളരെ നന്ദി വിളിച്ചതിന് പ്രതികരിച്ചത്. എന്നാലും പൊതുവേദി തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രായം കൂടുന്തോറും EP വിഷയത്തിൽ CPM എടുത്ത നിലപാട് അത് ശരിയോ എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ഷൈജു എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. ഷൈജു, എന്താണ് അഭിപ്രായം? നമസ്കാരം. CPM-ന്റെ നിലപാട് വളരെ മോശമായി പോയി. അതായത് CPM ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കില്ലേ? ബോധ്യപ്പെട്ട് കാണും, അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ച നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് കാണും. അല്ല, പാർട്ടിക്ക് അത് എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ ബോധ്യപ്പെടില്ല അവർക്ക്. ഇത് കോൺഗ്രസോ മറ്റു പാർട്ടികളാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇവർക്ക് ബോധ്യപ്പെടുക. ഇവരിങ്ങനെയാണ് ഇവിടെ ചെയ്യുക. സുധാകരൻ പോകുന്നോണ്ട് എത്ര പുകിലുണ്ടാക്കിയ ആൾക്കാരവര്. അതിൽ വലിയൊരു വാർത്തയല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ മാത്രമല്ല, CPI ഇതിനെതിരാണല്ലോ, ഇപ്പൊ ഇയാൾക്കെതിരാണല്ലോ CPI ആ പാർട്ടിയുടെ പ്രധാന ഘടകകക്ഷിയല്ലേ LDF-ലെ. അവര് പറഞ്ഞല്ലോ അവര് മുന്നോട്ട് പോകാൻ തയ്യാറില്ല എന്നുള്ളത്. കൺവീനറായി EP തുടരുകയും ചെയ്യും. തുടരാൻ CPM തീരുമാനിച്ചല്ലേ ഇപ്പൊ എന്തെങ്കിലും നടക്കൂല. അല്ലാതെ ഇപ്പോ CPI പറഞ്ഞതിനെ കൊണ്ടൊന്നും അവര് EP-നെ മാറ്റാനൊന്നും പോകണമെന്നില്ല. ഓക്കെ, ശരി ഷൈജു, നന്ദി വിളിച്ചതിന്. ഇനി ആലപ്പുഴയിൽ നിന്ന് തങ്കച്ചൻ. ശ്രീ തങ്കച്ചൻ, ഈ MV ഗോവിന്ദന്റെ വാക്കുകൾ കേട്ടിരുന്നോ വാർത്താ സമ്മേളനത്തിൽ? കേട്ടിരുന്നു. എന്ത് തോന്നി കേട്ടപ്പോൾ? എന്താണ് പാർട്ടിയുടെ നിലപാട് ശരിയായി തോന്നുന്നുണ്ടോ? പാർട്ടിയുടെ നിലപാട് ശരിയല്ലേ. കാരണം പാർട്ടിയുടെ നിലപാട് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം പാർട്ടിയിൽ ഒരു തെറ്റ് കാണിച്ചാൽ പാർട്ടിക്കകത്ത് നിന്ന് തെറ്റ് തിരുത്തി പോകുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. പിന്നെ ഈ ബിനോയ് വിശ്വൻ പറഞ്ഞ് CPI-ക്കാർ പറഞ്ഞെന്ന് പറഞ്ഞ് CPI-ക്കും ബിനോയ് വിശ്വനൊക്കെ നല്ല നട്ടലുള്ള സഖാക്കളാണ് അവര്. അവരെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയും. ഏതെങ്കിലും ചാനലിലോ ഏതെങ്കിലും പത്രത്തിലോ അവർ നേരിട്ട് ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടോ? EP ജയരാജനെ മാറ്റണം, ഞങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പത്രത്തിലെ ഏതെങ്കിലും ഒരു ചാനലില
വിനോയ് വിശ്വം എന്ന് പറഞ്ഞ അത് മുന്നണിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ളത് അവർ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ CPI. ഇല്ലെന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി കമ്മിറ്റി കൂടി അവര് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. എന്നിട്ട് അവർ പാർട്ടി സെക്രട്ടറിയാണ് വാർത്താ സമ്മേളനം വിളിച്ച് റിപ്പോർട്ട് ചെയ്യണത്. നിങ്ങൾ ചാനലുകാര്, പത്രക്കാര്, മാധ്യമങ്ങൾ കുറെ വർഷമായല്ലോ സാറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ CPM-നെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട്. ഈ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ചെറുതല്ല, ചെറിയ പണിയൊന്നുമല്ല. CPM-ന്റെ 57 മുതൽ തുടർന്നതേ. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ നാട്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. എന്നിട്ട് അവർ വിഷം കുടിച്ച് മരിച്ചില്ലല്ലോ. മാധ്യമങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല CPM-നിട്ട് ചൊറിയാൻ. CPM-നിട്ട് എത്ര ചൊറിഞ്ഞാലും CPM തകരില്ല. അത് ചില സമയങ്ങളിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാവും, അത് തിരിച്ചു വരും. ശരി 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 തങ്കച്ചൻ ആലപ്പുഴയിൽ നിന്ന്. ദുബായിൽ നിന്ന് പ്രേക്ഷകൻ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് കേരള ജനതയ്ക്ക് കിട്ടിയ ഒരു സ്വർണ്ണ തളികയാണ് CPM എന്ന് പറയുന്നത്. ആ സ്വർണ്ണ തളികയിൽ ഈ മറ്റുള്ള BJP-ന്റെയും UDF-ന്റെ നേതാക്കൾ, ലീഗിന്റെ ഒക്കെ നേതാക്കന്മാർ വന്നിട്ട് ഛർദിക്കുന്നുണ്ടല്ലോ, അത് അവർ ഛർദിച്ച് തങ്കമാണെന്ന് കരുതി നിങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഒന്നും ആലോചിക്കാത്തതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റ്. കാരണം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതങ്ങ് തീർന്നു പോകുന്നതായി. ഇതിപ്പം ഉപയോഗിക്കൽ ഇനിയിപ്പോ ഒരാഴ്ചക്കുള്ളിൽ തീർന്നു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-കാർ ഉപയോഗിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജൻ അത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ പ്രതിരോധികൾ, അതിപ്പോ KPCC അധ്യക്ഷനാവട്ടെ, BJP സംസ്ഥാന അധ്യക്ഷൻ ആരും നടത്തിക്കോട്ടെ, അത് വാർത്തയല്ല എന്ന് എങ്ങനെയാണ് അബ്ദുറഹ്മാൻ പറയാ? അത് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ? നേതാക്കന്മാരുടെ പേരിച്ച നടപടി എടുക്കൽ എങ്ങനെയാന്ന്? നിങ്ങൾ മാധ്യമങ്ങളും UDF-കാരും പറയുന്നത് കേട്ടിട്ട് CPM-കാരുടെ പേരിൽ പണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്ത കാലം മുതലേ അവർ പറയുന്നത് കേട്ടിട്ട് നടപടി എടുത്തതാണെങ്കിൽ കേരളത്തിന്റെ ഈ സ്വർണ്ണക്കളി ഇന്ന് ഉണ്ടാവത്തില്ല. അത് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമർശനമാണ് അതിനെ കൂടുതൽ തങ്കത്തിലേക്ക് മാറ്റുന്നത്. നിങ്ങളുടെ വിമർശനം ഉള്ളത് കൊണ്ട് മാത്രം. പറയുന്നത് കേട്ടിട്ട് പാർട്ടിക്ക് ജയരാജനെതിരെ നടപടി എടുക്കാനായിട്ട് ഇത് കോൺഗ്രസ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയരാജൻ എവിടെയെങ്കിലും ആരെങ്കിലും തുപ്പിയെന്ന് വിചാരിച്ചിട്ട് അത് പാർട്ടിയിൽ പോയിട്ടുള്ള പാർട്ടിയുടെ CPM നേതാക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെറ്റായ കാര്യങ്ങൾക്ക് നേരെ നടപടിയെടുക്കാൻ ഓരോരോ നേതാവിനും അധികാരമുണ്ട്. ആ അധികാരം ജയരാജൻ കറക്റ്റായി പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രാഷ്ട്രീയം പോലും സംസാരിക്കാൻ ശരി അബ്ദുറഹ്മാൻ, എന്തായാലും താങ്കൾക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. കൊല്ലത്ത് നിന്ന് രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി. ശ്രീ രാജൻ, പാർട്ടി നിലപാടിൽ തൃപ്തനാണോ? സാറേ, EP ജയരാജനും മകനും അങ്ങോട്ട് ചെന്ന് ജാവദേക്കറെ കാണാൻ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാമായിരുന്നു ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, അവര് തീർച്ചയായിട്ടും അവിടെ ചേരാൻ പോയാൽ. ജാവദേക്കറും പിന്നെ പുള്ളിയുടെ സെക്രട്ടറി മാത്രമേ ഉള്ളൂ. ഈ ശോഭ സുരേന്ദ്രൻ പോയിട്ടില്ലെന്നുള്ളത് 100% ഷുവറാണ്. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജയരാജന്റെ വീട്ടിലിറങ്ങി അവർ വർത്താനം പറഞ്ഞിട്ട് ചായ കുടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു. അതിന് ഉടനെ അതിന്റെ അർത്ഥം അവിടെ ചേരാൻ പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ ദല്ലാൽ നന്ദകുമാറിനൊപ്പം ഈ BJP നേതാവ് അങ്ങനെ ജയരാജന്റെ മകന്റെ ഫ്ലാറ്റിലേക്കൊക്കെ എത്താന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇല്ല, അത് കള്ളത്തരാ പറയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ മുഖം നോക്കി ഇപ്പൊ തന്നെ ഇന്ത്യയിൽ നിന്ന് കുരങ്ങിന്റെ കൂട്ടായിരിക്കുന്നത്. ഇനി രസം അതല്ല, പ്രേമചന്ദ്രൻ പിന്നെ പ്രധാനമന്ത്രിയോട് കെട്ടിപ്പിടിച്ച് പിന്നെ ആഹാരം കഴിക്കാൻ പോയി. അപ്പൊ അതിന്റെ അർത്ഥം ചേരാൻ പോയതാണോ? 9 വർഷം മുമ്പ് ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയിട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അന്ന് അവിടെ പോയി കണ്ടു. അതിന്റെ അർത്ഥം അവിടെ ചേരാൻ പോയാണോ? അല്ല, എന്നാലും ഫ്ളാറ്റിൽ ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം എത്തി എന്നുള്ളതാണ് അവിടെ ആശങ്ക സൃഷ്ടിച്ചതും സംശയം ജനിപ്പിച്ചതും. എന്നാലും വളരെ നന്ദി ശ്രീ രാജൻ കൊല്ലം വിളിച്ചതിന്. പൊതുവേദിയുടെ സമയം പൂർത്തിയാകുന്നതാണ്, ദയവായി ക്ഷമിക്കുക. എന്നാലും CPM-ന്റെ നിലപാട് അത് ശരിയാണോ എന്നുള്ളതായിരുന്നു. അനുകൂലിച്ചും എതിർത്തും നിരവധി പ്രേക്ഷകർ വിളിച്ചു. പൊതുവേദി വീണ്ടും നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം. BJP തന്നെ